അപ്പോൾ A to Z വരെ വെച്ചിട്ട് നമ്മൾ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഡ്രോയിങ്സിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പം നമുക്ക് ഇന്ന് എന്താ നമ്മൾ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം ഊഹം അറിയാലോ. കാരണം നമ്മൾ ഇന്നലെ ABCD, അതായത് A വെച്ചിട്ട് ഒരു ലേഡി ബഗിനെ വരച്ചു, B വെച്ച് ബട്ടർഫ്ലൈനെ വരച്ചു, C വെച്ച് നമ്മളൊരു സ്നെയിൽ വരച്ചു, ആൻഡ് D വെച്ചിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഒരു ഹണി ബീനെ, ഒരു സുന്ദര ഹണി ബീനെ വരച്ചു. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ്? അപ്പോൾ D കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒന്ന് പറഞ്ഞു തന്നാട്ടെ. D കഴിഞ്ഞാൽ E ഉണ്ട്, F ഉണ്ട്, GH, EFGH, അങ്ങനെ 4 ലെറ്റേഴ്സ് ഉള്ളത്. അപ്പം നമ്മളിന്ന് 4 ലെറ്റേഴ്സാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ സ്കെച്ചും പെൻസിലും എറേസറൊക്കെ എടുത്തിട്ട് വേണം ഇവിടെ ഇരിക്കാൻ കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ വെച്ചിട്ടാണ്? EFGH 4 ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഡ്രോയിങ്സ് തന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും സൂക്ഷിച്ച് കണ്ട് നോക്കി വരച്ച് ആദ്യം ഒന്ന് പെൻസിൽ കൊണ്ട് വരച്ച് പിന്നീട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് സ്കെച്ച് കൊണ്ടൊക്കെ യൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ചെറിയൊരു ഡ്രോ ഞാൻ പെൻസിൽ കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഡാർക്കായിട്ട് ഇതാ ഒരു പെന്ന് വെച്ചിട്ട് ആദ്യം ഇ എന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാ കണ്ടില്ലേ, ഇ എന്നുള്ള ഒരു ലെറ്ററാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഈ ഇയിൽ നിന്നും നമ്മൾ, നിങ്ങൾക്ക് ഏകദേശം ഇത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, നമ്മളൊരു ചെറിയൊരു എലിഫൻറ്റിനെയാണ് വരക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടി എലിഫൻറ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതാ തുമ്പിക്കായ് എന്ന് പറഞ്ഞ സാധനം ഇതാ ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് മേഴ്ന്ന് മുട്ടിച്ച് ഇതാ വീണ്ടും താഴോട്ടേക്ക് വരണം. ഇതാ ഇതൊക്കെ ആദ്യം ഒന്ന് പെൻസിൽ കൊണ്ട് വരച്ചാലേ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതിനൊരു കുഞ്ഞി കണ്ണുകൾ, ഓക്കെ, ഇതാ കുഞ്ഞി കണ്ണ് വരച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ചെവി കണ്ടോ, വലിയ ചെവിയല്ല ആനക്ക് ഉണ്ടാവാ. അതിൻ്റെ കുഞ്ഞിക്കാലുകൾ കണ്ടോ. പിന്നെ അതിനൊരു വാല്. എങ്ങനെയുണ്ട്? നല്ല കുട്ടി എലിഫൻറ്റിനെ പോലില്ലേ? നമുക്കിതിനെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് തന്നെ, എന്തായാലും നമ്മൾ ആനകൾക്കൊക്കെ എലിഫൻറ്റിനൊക്കെ എന്തായാലും ബ്ലാക്ക് ഷെയ്ഡ് ആയിരിക്കുമല്ലോ, നമുക്കത് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് മതി, ഓവർ ഡാർക്ക് ആവണ്ട കേട്ടോ. പെൻസിൽ കൊണ്ടോ സ്കെച്ച് കൊണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് കളർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ നല്ല രീതിയിൽ കളർ ചെയ്ത് വരുമ്പോൾ ഒരു കുട്ടി എലിഫൻറ്റിനെ നമുക്ക് കിട്ടും. ഇതിൻ്റെ പുറത്തേക്ക് പോകുന്നത് ഞാൻ പെൻസിൽ കൊണ്ടായതുകൊണ്ട് എനിക്കത് മായ്ക്കാനുള്ള അവസരം കിട്ടി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പെൻസിൽ കൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ പെൻസിൽ കൊണ്ട് ചെയ്താൽ മതി കേട്ടോ. കണ്ട നല്ല കുട്ടി എലിഫൻറ്റിനെ കണ്ടില്ലേ? ഓക്കെ, ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? കുട്ടി എലിഫൻ്റ് അല്ലേ, അടിപൊളി. അപ്പം അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എന്താണ്? ഈ കഴിഞ്ഞാൽ പിന്നെ ഇതാ F. ഞാൻ ആദ്യം പെൻസിൽ കൊണ്ട് തന്നെ വരക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. എഫിൻ്റെ ഇതിലൂടെ എന്ത് ചെയ്യുക, ഇതേണ്ടേ ഇങ്ങനെ ഒരു ഇത് കൊടുക്കാം. എന്നിട്ട് നടുക്കൂടെ ഒരു റ വരച്ച് കൊടുക്കാം. പിന്നെ അതിനൊരു ഷൂ പോലൊരു കാല് വരച്ച് കൊടുക്കാം. കണ്ടോ? അതുപോലെ ബേക്കുന്നൊരു കാല് ഇങ്ങനെ നിൽക്കാം. ഈ ഒരു കാല് കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആരാന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ ഒന്ന് മുട്ടിക്കുക, ഇതാ ഇങ്ങനെ ഒരു ചിരിക്കുന്ന മുഖാക്കുക, 2 ഉണ്ട കണ്ണുകൾ വരച്ച് കൊടുക്കുക. ഓക്കെ, ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ഇതിൻ്റെ കളറും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ വരും ഏകദേശം. പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഇവിടെ ഒരു റൗണ്ടും കൂടി വരച്ച് കൊടുത്താൽ നമ്മൾ ആശാനായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡാർക്ക് കളർ കൂടി കൊടുത്ത് നമുക്കിത് ചെയ്യണ്ടേ. അപ്പം ഞാനൊരു ബ്ലാക്ക് കളറ്, കണ്ടോ?
ഇതുപോലെ നിങ്ങളും വരയ്ക്കാം. ഇനി നമുക്ക് ഇതിനെ ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്താലോ? നമുക്ക് ഇതിൻ്റെ ഈ സെൻട്രൽ ഭാഗത്ത് ചെറുതായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാം. ഓക്കെ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഗ്രീൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ആളപ്പിടി കിട്ടിയ നിങ്ങൾ ഇതുപോലുള്ള ഒരു ജീവിനെ നിങ്ങൾ മറ്റേ തോട്ടിൽ കളിക്കാൻ പോകുമ്പോൾ വയൽക്കരയിലൊക്കെ കാണാറുണ്ടോ? നിങ്ങളെ വീട് ടൗൺ ഏരിയയിലാണോ അതോ വയലിൻ്റെ ഭാഗത്താണോ? അങ്ങനെയാണെന്നുള്ളവർക്കാണെങ്കിൽ ഇതുപോലൊരു ഫ്രോഗിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ തവളക്കുട്ടന് വേണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വട്ടൊക്കെ ഇട്ട് കൊടുത്താൽ രസമുണ്ടാവും. പക്ഷെ ഇത് ക്രയോൺസിൻ്റെ മുകളിൽ നമുക്ക് പേന കൊണ്ട് വരച്ചാൽ ആവത്തില്ലല്ലോ. അപ്പം നമുക്കൊരു ഡാർക്ക് കളർ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, നല്ല ഭംഗിയുള്ള ഒരു ഫ്രോഗിനെ നമ്മൾ വരച്ചു. കണ്ട തവള എങ്ങനെ കരയാ? പേക്രോം പേക്രോം കേട്ടിട്ടുണ്ട് നിങ്ങൾ? അങ്ങനെയാണ് കരയാ. എല്ലാവരും ഒന്ന് പറയണേ, ഒച്ചത്തിൽ പറയണം. ഞാൻ പറയുമ്പോൾ അതുപോലെ പറയണം, പേക്രോം പേക്രോം. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത് വരക്കാൻ പോകുന്നത് ഏത് വെച്ചിട്ടുള്ളതാണ്? ജി എന്ന ലെറ്റർ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നല്ല വൃത്തിയിൽ നമുക്ക് ജി എന്ന ലെറ്റർ ആദ്യം വരക്കുക. ഇതാണ് ജി എന്നുള്ള ലെറ്റർ. നമ്മൾ ഇത്രയും വരച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതുപോലെ വീണ്ടും ഒരു ഇതെടുത്ത് റൗണ്ട് എടുത്ത് മുകളിലേക്ക് വരിക. ഇങ്ങനെ തീന്നില്ല, ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു. എന്നിട്ട് ഒരു കുഞ്ഞ് തല കൂടി വരച്ചാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു മൂക്കും ഒരു വായൊക്കെ വരച്ചാൽ നമ്മൾ ആള് റെഡിയാണ്. ഒരു വാല് ഇവിടെ വന്നോട്ടെ. 2 നീളമുള്ള കാലുകൾ. പെട്ടെന്ന് മനസ്സിലാവുന്നവർ പെട്ടെന്ന് തന്നെ പറയണേ ഇതെന്താന്നുള്ള കാര്യം. ഇതാണ് നമ്മൾ ജിറാഫ്. ജിറാഫിൻ്റെ കളർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? യെല്ലോ കളറാണ് അധികം ഉണ്ടാവാറ് അല്ലേ? യെല്ലോൻ്റെ കൂടെ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ നിങ്ങൾ വേറെ ഒരു കളർ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു കോഫി കളർ പോലെയുള്ളത്. അപ്പം നമുക്കത് ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓരോ ഭാഗത്തായിട്ട് ഒരു റൗണ്ട് പോലെ വരച്ച് കഴിഞ്ഞാൽ അതിനിടയിലൂടെ ഒരു യെല്ലോ കളറും കൂടി കൊടുത്താൽ എന്തായി? നമ്മളെ ജിറാഫ് റെഡിയായി. നിങ്ങളൊക്കെ ജിറാഫിനെ വരെ വരച്ചു കേട്ടോ. എത്ര സിമ്പിളായിട്ടാണ് വരച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കണേ. നിങ്ങളെക്കൊണ്ട് പറ്റാത്തത് നിങ്ങളെ അമ്മമാരോട് ഹെൽപ്പ് ചെയ്യാൻ പറയുക, ഉമ്മമാരോട് ഹെൽപ്പ് ചെയ്യാൻ പറയുക, അല്ലെ വീട്ടിലെ ഗ്രാൻഡ് മദേഴ്സിനോട് പറയുക, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, എനിക്കിത് വരക്കാൻ പഠിപ്പിച്ചതാന്ന് പറഞ്ഞിട്ടേ അവർ കൂടെ. ഇതിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എവിടുന്നും കിട്ടൂല കേട്ടോ. ഞാൻ അത്രയും നല്ല നീറ്റായിട്ടാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. കണ്ടോ, നല്ല കുഞ്ഞു വാലുകളൊക്കെ വരച്ചപ്പോൾ എന്തായി? നല്ലൊരു ജിറാഫിനെ കിട്ടിയില്ലേ നമുക്ക്. അപ്പം നമുക്ക് ഇനി അടുത്തത് നമുക്കുള്ള എച്ച് വെച്ചിട്ടുള്ളതാണേ. നമുക്കിനി എച്ച് വെച്ചിട്ട് ഒരു കൊട്ടാരം തന്നെ നമുക്ക് പണിതാലോ. അപ്പം അതിനായിട്ട് ആദ്യം നമ്മളിതാ എച്ച് ഇങ്ങനെ വരക്കാം. എച്ച് എങ്ങനെ എഴുതാന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ? ഇതുപോലെ ഇത്ര സിമ്പിളായിട്ട് അതിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യുക? ഇങ്ങനെ വരക്കാം. പിന്നെ ഒരു മേൽക്കൂര ഇങ്ങനെ വരക്കാം. കണ്ടോ, നല്ല ഭംഗിയുള്ള 2 നില വീടാണ് നമ്മൾ വരക്കുന്നത്. കണ്ടോ, അതിന് ഡോറ് വേണ്ടേ നമുക്ക്? ഒരു വീടാകുമ്പം ഡോറ് ഫുള്ളായിട്ട് അടക്കുന്നത്. നമുക്ക് പകുതി അടച്ച ഒരു ഡോറ് മതി. നല്ലൊരു കുഞ്ഞ് ജനലുകൾ 2 സൈഡിലും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ താഴെ നോക്കിയിട്ട് വരക്കാം. താഴെയുള്ള ഡോർ വേണമെങ്കിൽ നമുക്കിങ്ങനെയാക്കാം. പിന്നെ അതിൻ്റെ കൂടെ 2 ജനലും. പിന്നെ ഇവിടെ നമുക്കിതാ മേളിൽ ഇതുപോലൊരു ഇതുകൂടി വരച്ചു കൊടുത്താൽ നല്ല അടിപൊളി 2 നില വീട് കിട്ടി. എങ്ങനെയുണ്ട് വീട്?
നിങ്ങൾ ഇതുപോലെ വരക്കണം. നിങ്ങൾക്ക് കൈ കൊണ്ട് സ്പീഡിലാവുന്നില്ലെങ്കിലേ നിങ്ങൾ ഈ സ്കെയിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ കുറച്ചുകൂടെ നല്ല ലെവലിലൊക്കെ വരക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വരച്ച് നോക്കണേ. ഇത് വെച്ചിട്ടേ സ്കെയിൽ വെച്ച് ഇതുപോലെ ത്രികോണാകൃതിയും ചതുരമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ച് വരച്ചിട്ട് നല്ല കുറച്ചുകൂടെ ഭംഗിയിൽ. ഇതിപ്പം ആൻറ്റിക്ക് കൈ കൊണ്ട് തന്നെ വരക്കാനുള്ള ഒരു ഇതുള്ളതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്തായാലും ഒരു സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമുക്കതിൻ്റെ ഈ സെൻറ്ററിലും കൂടി ഒരു 2 നിലയാകുമ്പോൾ ഇവിടെ ഇങ്ങനെ കൂടെ ഒരു ഇത് കൊടുത്താൽ ഒരു ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. അപ്പം നമുക്കിതിൻ്റെ മേൽക്കൂരൊക്കെ ഈ ഒരു എന്താ നിങ്ങൾ പറയാം, മേൽക്കൂര തന്നെയല്ലേ പറയാം, ടെറസോ മേൽക്കൂരയോ എന്ത് വേണമെങ്കിലും പറയാം. എൻ്റെ ക്രയോൺസും പൊട്ടിപ്പോയി അതിലിടയിൽ കണ്ടോ. സ്കെച്ചിനെക്കാളും ചിത്രം വരച്ചാൽ ഭംഗി ഉണ്ടാവുക ഈ ക്രയോൺസ് വെച്ചിട്ടാണ് കേട്ടോ. വീട്ടിൽ ക്രയോൺസ് ഉള്ളവർ ക്രയോൺസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്കെച്ചാണ് വേണ്ടവർ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുത്ത് വരയ്ക്കാം. ഏത് വേണമെങ്കിലും കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ വരക്കുന്നിടത്ത് നിങ്ങൾക്ക് മറ്റേ റെഡ് കളർ റൂഫിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചോ. പച്ച വേണമെങ്കിൽ പച്ച വരച്ചോ. ഏത് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളാണ് നിങ്ങളെ വീട് ഭംഗിയാക്കി എടുക്കേണ്ടത് അല്ലേ. ഞാൻ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കളറാണ് മാച്ച് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ഈ ഡോറിനൊക്കെ ഞാൻ ഈ ഒരു റെഡിഷ് കളർ കൊടുത്തിട്ട് ഒരു നല്ല രസമുണ്ട്. ഇതുപോലെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ജനലിനും അതുപോലെ തന്നെ കൊടുക്കാൻ വെച്ചു. കണ്ടോ, നിങ്ങളെ വീട്ടിലുള്ള ജനലും വാതിലിനൊക്കെ ഇങ്ങനെ ഉണ്ട്, കളറുള്ള വാതിലൊക്കെ ആണോ? അതിനൊക്കെ മരത്തിൻ്റെ ഒക്കെ കളറായിരിക്കും അല്ലേ ചിലപ്പോൾ. കണ്ടോ, നമ്മൾ റോസ് കളറൊക്കെയാണ് നമ്മൾ ഡോറിന് അടിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് അല്ലേ, നമ്മളെ ഒരു ഓപ്ഷനാണ്. നമ്മൾ വീടൊക്കെ എങ്ങനെ ഭംഗിയിലിരിക്കണം എന്ന് നമ്മളല്ലേ വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ മാറ്റണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് കളർ മാറ്റാലോ, നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാലോ. കണ്ടോ, എങ്ങനെയുണ്ട് നമ്മളീ ഒരു കുഞ്ഞു വീട്. ഇത് കുഞ്ഞു വീടൊന്നുമല്ല അല്ലേ, നമ്മൾ വലിയ വീടാണ് വരച്ചത്. 2 നിലയുള്ള വീടൊക്കെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി നിങ്ങൾ പറയണേ. കണ്ടോ, അങ്ങനെ വീട് റെഡിയായി. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാ വരച്ചതല്ലേ. എലിഫൻറ്റിനെ വരച്ചു, ഫ്രോഗിനെ വരച്ചു, പിന്നെ ജിറാഫ് വരച്ചു, പിന്നെ നല്ല അടിപൊളി ഒരു ഹൗസും വരച്ചല്ലേ. അങ്ങനെ ABCDE ഞാൻ എഴുതിയില്ലല്ലേ. EFGH അങ്ങനെ നമ്മൾ 8 ലെറ്റേഴ്സ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സാണെന്നുള്ളത് നിങ്ങൾ ഇന്ന് ഞാനിടുന്ന വീഡിയോക്ക് തന്നെ കമൻ്റ് ഇടണം. നാളെ നമ്മൾ ഇടാൻ പോകുന്ന ലെറ്റേഴ്സിൻ്റെ ഏതൊക്കെ ലെറ്റേഴ്സാണ് ഉള്ളതെന്നുള്ളത് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ മറന്നുപോയില്ലേ. അപ്പം നിങ്ങൾ പറഞ്ഞു തരുന്നതിനനുസരിച്ചാണ് ഞാനിനി H കഴിഞ്ഞാലുള്ള 4 ലെറ്റേഴ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തന്നിട്ട് വേണം എനിക്ക് മനസ്സിലാവാൻ. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെയും കാണേണ്ടതല്ലേ. അപ്പം നാളെയും നമുക്ക് വരക്കാനിരിക്കണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, എൻ്റെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കുഞ്ഞു ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയണ്ടേ. നിങ്ങൾ എന്തായാലും ചെയ്തിട്ടായിരിക്കും കാണുന്നുണ്ടാകുന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാലും ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ബെൽ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ഇടയ്ക്കിടെ വന്നുകൊണ്ടേ ഇരിക്കും. ഞാൻ അപ്ഡേഷൻ ഇടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ ഒരു തീരുമാനവും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇടണം എന്നുള്ളതാണ്. എൻ്റെ അല്ലുവിനെപ്പോലത്തെ ചെറിയ കുഞ്ഞു കുട്ടികൾക്കുള്ളതാണ് ഈ വീഡിയോസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഈ ഡ്രോയിങ്സൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ എന്നോട് വിവരങ്ങൾ അറിയിക്കണം. എല്ലാം കമൻറ്റ് വഴി അയക്കണം. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഞാൻ ആഡ് ചെയ്യും. അതിലേക്ക് വരച്ചിട്ടുള്ളത് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരണം. എനിക്ക് 1-2 കുട്ടികളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇതല്ല, ഇതിന് മുന്നേ വരച്ച പെൻസിൽ ഡ്രോയിങ്സിൻ്റെ അതിൻ്റെയൊക്കെ ഫോട്ടോസും ഞാൻ എന്തായാലും വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നാളെയും നമുക്ക് വീഡിയോസ് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.